കരയിലിരുന്ന് ഉയലാടും ചെല്ലപ്പൈങ്കിളി വെള്ളം കോരിക്കോളിപ്പിച്ച് കിന്നരിച്ചോമനിച്ചയ്യോ വരുന്നു. നാത്തൂനെ ചെടി നനയ്ക്കുവാന്നോ? അല്ല കുളിപ്പിക്കുവാ സ്കൂളിൽ വിടാൻ. എന്നാ തോത്തിയേച്ച് ഇങ്ങോട്ട് കേറി വാ. എന്തിനാ? നാത്തൂനെ തലയോറുന്നു. അയ്യോ എന്തൊരു സുഖം. നാത്തൂനെ തലക്കെടുത്ത് അകത്തിരുന്ന് കടിക്കുവാന്നോ അതോ സുഖിപ്പിക്കുവാന്നോ? നേരത്തെ രൂപം മാത്രമാണ് ഇപ്പൊ എക്സ്പ്രഷനും കൂടിയായി. നാത്തൂനിപ്പോ ഫ്രീ ആണോ? അല്ല എനിക്ക് സുപ്രീം കോടതി വരെ ഒന്ന് പോണ ഒരു വാദമുണ്ട്. ഫ്രീ ആണോ? നാത്തു അതൊക്കെ പിന്നെ നനയ്ക്കാൻ തലയൊന്നും നോക്കലേ ചൊറിഞ്ഞൊറിഞ്ഞ് ചാവും. നീ ചൊറിഞ്ഞൊറിഞ്ഞ് തന്നെ ചാവണോടി. അതാ നാത്തും വല്ല മൊഴിഞ്ഞായിരുന്നോ? ഇല്ല സാഹിത്യക്കാരി, ഞാനൊന്നും മൊഴിഞ്ഞില്ലേ. നാത്തൂനെ ഒരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസോ? എന്തുവാ? നാത്തൂന് പുതിയ മൊബൈൽ ഫോണോ? ഇതൊക്കെ എടുത്തത് ഭർത്താവ് അറിഞ്ഞ? ഇതെടുത്തത് ആ കടക്കാരൻ പോലും അറിഞ്ഞില്ല. പിന്നെ ആ ഭർത്താവ് അമ്പടി കള്ളി നാത്തൂനെ. അതൊക്കെ പോട്ടെ, ഞാൻ വേലിപ്പുറത്ത് എന്തുവായിരുന്നു? ആ സിന്ധുവായിട്ട് കാര്യം പറഞ്ഞുണ്ടല്ലോ, എന്നെ പറ്റി കൊതി നടയാൻ പറഞ്ഞായിരിക്കും അല്ലയോ? നാത്തൂനെ ഞാൻ അങ്ങനെ പറയുവോ? എന്റെ തൊണ്ടയ്ക്ക് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞില്ലായിരുന്നോ? ഡോക്ടർ പറഞ്ഞില്ലേ 5 മിനിറ്റ് കൂടുതൽ ആരോടും സംസാരിക്കാൻ പാടില്ലെന്ന്. അതിന്റെ കാര്യം പറയുമായിരുന്നു. എന്നിട്ട് നീ അവളോട് 2 മണിക്കൂർ സംസാരിച്ചല്ലോടി? 5 മിനിറ്റ് സംസാരിക്കാൻ പാടില്ലെന്ന് ഡോക്ടർ പറഞ്ഞോളൂ. 2 മണിക്കൂറൊക്കെ സംസാരിക്കാം. ഓ അങ്ങനെ. അതൊക്കെ പോട്ട്, നിനക്ക് എന്തോത്തിന് ഓപ്പറേഷൻ? ഞാൻ അറിഞ്ഞില്ലല്ലോ. നീ അറിയത്തില്ല. നിനക്കൊരു വയ്യാഴ്ക വരുമ്പോ ഞാൻ ഓടി ഓടി വെത്തില്ലോടി. എനിക്കൊരു വയ്യാഴ്ക വരുമ്പോ നീ വന്നോ? നാത്തൂൻ അങ്ങനെ തന്നെ പറയണം. ചിക്കൻ പോസ് പിടിച്ചപ്പോ ഞാനല്ല ഓടിത്തുള്ളി അങ്ങോട്ട് വരാന്. അത് നീ വീട്ടിൽ ചിക്കൻ ഫ്രൈ ഉണ്ടെന്ന് അറിഞ്ഞിട്ടല്ലേ വന്നത്? കൊതിച്ചി. ആരാ കൊതിച്ചാരാ? നീ തന്നെ കൊതിച്ചിയും പേമ്പൊഴിപ്പി. അയ്യോ എന്റെ ഭർത്താവ് പോലും എന്നെ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. അവള് പറഞ്ഞത് കേട്ടോ അവള്. അതിന്റെ കുഴപ്പം അങ്ങനെ തന്നെ എന്തേലും ഒക്കെ പറയണോ? അപ്പൊ നീ കുഴപ്പം മാറ്റി തരുമോടി? നിന്റെ കുഴപ്പം മാറ്റില്ലല്ലേ എന്റെ ജോലി. നിന്റെ ജോലിയൊക്കെ എന്തോന്ന് എനിക്കറിയാം. എന്റെ ആങ്ങളെ കയ്യും കാലും കാണിച്ച് ശൃംഗാരത്തോടെ വളച്ചെടുത്ത് അല്ലോടി നീ. ഞാൻ ശൃംഗാരത്തോടൊന്നല്ല വലിച്ചെടുത്തോണ്ട് പോയത്. നല്ല പൊന്നും പണ്ടവും കൊടുത്തു തന്നെ എന്നെ കെട്ടിച്ചത്. പൊന്നൊന്നും ഞാൻ കണ്ടില്ല. 1.5 പണ്ടത്തിനെ കണ്ടെന്തായാലും. നീ ഇട്ടുകൊണ്ട് വന്ന മൊത്തം മുക്കുകൊണ്ടും അല്ലായിരുന്നോടി? ആ മുക്കുകൊണ്ടോ കൊണ്ടുപോയി മുക്കിയ വളഞ്ഞോടി നീ. അതിന്റെ പേര് നീ 3 മാസം ജയിലിലും കടന്നില്ലേ? അന്തസ്സാടി, അന്തസ് മിടുക്കാടി. അല്ലേലും നിനക്ക് ഇച്ചിരി മിടുക്ക് കൂടുതലാ. ഞാനെടുത്ത കൈ കൊണ്ടിയത് നിന്നെ തന്നെയാ. ഇനി ചൂണ്ടോടി. നീ ചൂണ്ടും ചൂണ്ടും ചൂണ്ടടി അന്ന നീ ഒന്നാ ചൂണ്ടടി. നീ കൈവിടെ വിടത്തില്ലടി. മേലും എന്തായാലുണ്ടല്ലോ. നീ എന്താ ചെയ്യുവാ? വിടത്തില്ലടി. അകത്ത് വെട്ടുവാത്തി ഇരിപ്പുണ്ട്. എടുത്തു വെച്ച് അറിയും ഞാൻ. പറയുന്ന പോലെ ചെയ്താൽ ഇറങ്ങി പോടി എന്റെ വീട്ടിൽ നിന്ന്. ഞാൻ പോടി. പോടി നീ. ഞാൻ എന്താ പോകുന്നത്? എന്റെ വീടില്ല. നീ ഇറങ്ങി പോടി. ഞാൻ പോവാടി, ഞാൻ പോവാ. നീ ഇതും പറയുന്ന അപ്പുറം പറയുന്ന എനിക്കറിയാം. എന്റെ അച്ഛന്റെ സ്വത്ത് മൊത്തം അടിച്ചു മാറ്റാളില്ലോടി കള്ളി നീ. സ്വത്ത് പോലും വലിയൊരു സ്വത്ത്. അങ്ങനെ മുറുക്കാൻ തുമ്പുന്ന കോളാമ്മയോട് വലിയൊരു സ്വത്ത്. നീ കൂടുതൽ ഒന്നും പറയണ്ടാടി കള്ളി. എന്തോ പറയും ഇപ്പൊ ഇവളെ. എടാ ചെറുക്കാൻ നിന്നെ തള്ളേ വേണമെങ്കിൽ വിളിച്ചോണ്ട് വെക്കോ, അല്ലെങ്കിൽ അടുത്ത വർഷം ആലുവാമലപ്പുറത്ത് ബലിയുണ്ട്. ഒരു ബലി. എന്റെ ചെറുക്കൻ ബലിയിടാന്ന് നിന്റെ ചെറുക്കനെ കൊണ്ട് കുത്തിയിരിപ്പിച്ച് ഞാൻ ബലി ഇടിപ്പിക്കും. എനിക്കൊന്ന് കാണണമല്ലോ. നിന്റെ ചെറുക്കനെ കുത്തിയിരിക്കാൻ വല്ല മൂലക്കുരു അസുഖം വല്ല ഉണ്ടോടി? ഇവളെ ഇന്ന് ഞാന് അങ്ങനെ ഞാൻ വിട്ടുകൊടുക്കുവോ? എടി സുസ്മിത, നമ്മുടെ ബന്ധമേ തീർന്ന്. നീ ഞാനൊരു ബന്ധമില്ല. ഇനി നീ വരണം കേട്ടോ. ഈ വേലിക്ക് അപ്പുറത്തോട്ട് വരണം. നാത്തൂനെ ആക്ടിങ് ആണ് നിന്റെ അങ്ങ് ഒലിക്കുന്നു. നീ കൂടുതലൊന്നും പറ. നീ നിന്റെ പരട്ട കോഴി എന്റെ മുറ്റത്തോട് കയറി പോയക്കല്ലടി. ഞാൻ പറഞ്ഞു മനസ്സിലാക്കാടി. കോഴിക്കോട് ചെന്ന് കോഴി കയ്യിലെടുത്തിട്ട് പറയടി, മക്കളെ നീ ഉഷയുടെ വീട്ടിലോട്ട് പോവല്ലേ, അവള് നിന്നെ കടിച്ചു കയറാൻ നിൽക്കുവാന്ന്. നീ ഒന്നും പറയണ്ട. നീ അവിടെ പറഞ്ഞ് മനസ്സിലാക്കട്ടെ. നീ അവിടെ പറഞ്ഞ് മനസ്സിലാക്ക. ഞാൻ പറഞ്ഞു മനസ്സിലാക്കട്ടെ. നീ മോശക്കാരി അല്ലല്ലോടി. നീ എന്റെ പുള്ളിക്കോരിയെ കറി വെച്ച് തിന്നവളല്ലോടി. ഞാൻ വെച്ചിട്ടുണ്ട്. അതിന്റെ പങ്ക് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടടി. പങ്ക് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞത് നേരാ. പക്ഷെ ഞാനത് വളരെ വിഷമത്തോടെ കടിച്ചു പറിച്ചു തിന്നത്. ഉപ്പുമില്ലായിരുന്നു, പുളിയില്ലായിരുന്നു. ഇങ്ങനെ അവിടെ കറി വെക്കുന്നത്. നീ ഇതും പറയുന്ന അപ്പുറവും പറയുന്ന തിന്നുകഴിഞ്ഞ് പറയാൻ എനിക്ക് അറിയാവുന്നവളാടി ഞാൻ. നീ എന്ത് പാടി വല്ല പറയണ്ട. വാ ഓർന്ന് പറയടി. നിന്റെ കോഴിയുടെ കോട്ടം കാരണം മുറ്റത്ത് ചവിട്ടാൻ പറ്റാത്ത അവസ്ഥയാടി ഇപ്പൊ. പറയടി. കോഴി കാട്ടമല്ലാതെ കൽക്കണ്ട ഓടി. കൽക്കണ്ടോ കുൽക്കണ്ടോ എനിക്കറിയേണ്ട ആവശ്യം. നീ നിന്റെ കോഴിയപ്പനോട് മനസ്സിലാക്കണോടി. പറയടി. പറയടി. 5 മിനിറ്റ് കഴിഞ്ഞോ? 5 മിനിറ്റ് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് കൂത്ത് തുടങ്ങിയിട്ട്. ഡോക്ടർ പറഞ്ഞില്ലയോ 5 മിനിറ്റ് കൂടുതൽ ദേഷ്യപ്പെട്ട് സംസാരിച്ചാൽ സൗണ്ട് പോകുന്നു. എന്നിട്ട് ബാക്കി പറ. ഫോൺ ചെയ്യാൻ എന്തിനാ ഡോക്ടറിനെ വിളിക്കാനാന്ന് നാത്തൂനെ? ഡോക്ടറിനെ വിളിക്കാല്ല. എന്തായാലും നിന്റെ ശബ്ദം പോലും. പിന്നെ നിനക്കെന്തിനാ ഫോൺ? ഞാൻ കൊണ്ടുപോവാ. നാത്തൂ